ചർച്ചയ്ക്കായി ബി.ജെ.പി നേതാവ് ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് സഹയാത്രികൻ ബി. റജി, ഇടതു നിരീക്ഷകൻ ഡോക്ടർ ബി. ജയരാജ് എന്നിവർ ഒപ്പം ചേരും. മാധ്യമപ്രവർത്തകൻ CVM വാണിമേൽ കൂടി ഒപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നത് ആര്? നോക്കൂ, സമീപകാല കേരള രാഷ്ട്രീയം ഏതാണ്ട് മതവർഗീയ ശക്തികൾക്ക് അനുകൂലമായി പാകപ്പെട്ട് തുടങ്ങുകയും തരാതരം പോലെ താങ്കൾ ഇൻട്രോയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 10 വോട്ട് അധികം കിട്ടുന്നതിനു വേണ്ടി, ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഒരു പഞ്ചായത്ത് സീറ്റ് അധികം ലഭിക്കുന്നതിനു വേണ്ടി, ഒരു നിയമസഭാ സീറ്റ് എതിർകക്ഷിയിൽ നിന്നും പിടിച്ചെടുക്കുന്നതിനു വേണ്ടി സമർത്ഥമായി അവർ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഒരർത്ഥത്തിൽ ചൂഷണം ചെയ്യുകയായിരുന്നു. തരാതരം പോലെ അവസരത്തിനൊത്ത് ഇരു മുന്നണികളെയും അവർ ഈ അർത്ഥത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നു വന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ ഭീകരവാദത്തിന്റെയും മതമൗലികവാദത്തിന്റെയും വർഗീയ ചിത്രശക്തികളുടെയും ചരിത്രം എന്ന് പറയുന്നത്. നോക്കൂ, ഭാരത വിഭജന സമയത്ത് പോലും അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല. പാകിസ്ഥാൻ വേണമെന്ന മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെട്ടതോടൊപ്പം തന്നെ അതോടൊപ്പം കേരളത്തിലെ 1921 കലാപത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, പെരിന്തൽമണ്ണ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ മാപ്പിളസ്ഥാൻ വേണം എന്നുള്ള വാദവും അവർ ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല. അന്ന് മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതൃത്വം ആ ആവശ്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്, ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ചാൽ അത് പാകിസ്ഥാൻ വാദത്തെ ദുർബലപ്പെടുത്താൻ ഇടയുള്ളത് കൊണ്ട് അത് നമുക്ക് പിന്നീടാവാം എന്നുള്ളതായിരുന്നു. ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും AP സുന്നി ആയാലും EK സുന്നി ആയാലും SDP ആയാലും മുസ്ലിം ലീഗ് ആയാലും അത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയാലും ഈ മതാധിഷ്ഠാനത്തിൽ രൂപപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളായാലും തീവ്രവാദ സംഘടനകളായാലും അവർ അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല. 1969 EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കാണിച്ച വലിയൊരു അബദ്ധം, അന്ന് ലജ്ജയില്ലാതെ കോൺഗ്രസ് നേതൃത്വം തുറന്നു പറഞ്ഞു, കുട്ടി പാകിസ്ഥാനാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിലൂടെ ലീഗ് രക്ഷപ്പെടുന്നത്. അന്ന് ലീഗുമായി അല്ലെങ്കിൽ ഭരണകക്ഷിയുമായി കോൺഗ്രസ് അത്ര ചങ്ങാത്തത്തിലായിരുന്നില്ല. ഇന്ന് അവരത് മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് കുടപിടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവോ? നോക്കൂ, മാറിയും മറഞ്ഞും തങ്ങളുമായി ചർച്ച നടത്തുകയും തങ്ങളുടെ ഇംഗിതത്തിനും താല്പര്യത്തിനുമൊത്ത് കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അത് CPM നിയന്ത്രിക്കുന്ന LDF ആയാലും കോൺഗ്രസ് നിയന്ത്രിക്കുന്ന UDF ആയാലും തങ്ങളുമായി പലപ്പോഴും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ താല്പര്യ സംരക്ഷണങ്ങൾ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കൽ പോലും അവർ ഒരു മറുവാക്കും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു പടി കൂടി കടന്നുകൊണ്ട് കേരളത്തിലെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കരുതെന്നും വർഗീയത അപകടകരമാകുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഇത്തരം സാമുദായിക സംഘടനകൾ സമ്മർദ്ദ രാഷ്ട്രീയവുമായി കടന്നു വരുന്നത് കൊണ്ടാണെന്നും മതവും രാഷ്ട്രീയവും രണ്ടായി നിൽക്കണമെന്നും പറയുമ്പോൾ അവരൊക്കെ വിസ്മരിച്ചു പോകുന്നത്, ഇന്ന് കോഴിക്കോട്, മലപ്പുറം കേന്ദ്രങ്ങളും ഉയർന്നു വരുന്ന ശബ്ദം ഒരർത്ഥത്തിൽ ഭാരതത്തിലെ നാം കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന മതവർഗീയ വിധ്വംസക ശക്തികളുടെ ആവിഷ്കാരവും അവരുടെ തിരിച്ചുവരവുമാണോ? അവർ മറയില്ലാതെ തങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. മലബാർ എന്നൊരു സംസ്ഥാനം മാത്രമല്ല, മലപ്പുറം ജില്ലാ വിഭജനം മാത്രമല്ല, ഞങ്ങളുടെ മതത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല. ആ ആവശ്യങ്ങളിലേക്ക് ഞങ്ങൾ ഘട്ടം ഘട്ടമായി നീങ്ങുകയാണ്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ വാ തുറന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ ഓർമ്മ വെച്ച് നമുക്ക് പറയാൻ സാധിക്കും, അതൊരിക്കലും അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ ഇംഗിതത്തോടൊപ്പം ഇവരെ കൊണ്ടുവരാനുള്ള സമ്മർദ്ദ രാഷ്ട്രീയ ശക്തിയായിട്ട് പല പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ അവരുടെ ഭാവവും സ്വരവും സംസാരവും ഒരേ ഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ ഭയപ്പാടോടെയാണ് ഈ പ്രഖ്യാപനത്തെ കേൾക്കുന്നത്. രാഷ്ട്രീയ ആവശ്യമായിട്ടല്ല അത് ഉന്നയിക്കുന്നത്. കേരളത്തിലെ പൊതുവികസനത്തിന്, കേരളത്തിലെ പൊതുവായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കമ്മീഷൻ നിശ്ചയിച്ച പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്നല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലം അനുവദിച്ചു തരണം. ഞങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങൾ
താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് കൂടമേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. അതിന് ആര് വിരുദ്ധമായാലും ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യ വിരുദ്ധമാകുന്നവരെ പാഠം പഠിപ്പിക്കും. ആ അർത്ഥത്തിൽ ഭയപ്പാടോടെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്ന ആളുകൾ എടുക്കാൻ പോകുന്ന നിലപാടുകൾ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം, മതേതര കേരളവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് എന്നാണ് കൃഷ്ണകുമാർ എനിക്ക് ആമുഖമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി, ജനങ്ങയിലേക്ക് വരാം.